കർത്താവിൻ്റെ ജീവിതത്തിൽ ദൈവം കാണിച്ച വിശ്വസ്തതയും യെരമ്യാവ് ദൈവത്തോട് പുലർത്തിയ വിശ്വസ്തതയും സംബന്ധിച്ചുള്ള വളരെ ഹൃദയസ്പർശകമായ ആലോചനയാണ് കർത്താവിൻ്റെ ദാസൻ ജെർമിയിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. Today through the servant of God Jeremy we could hear a heart-melting message about Jeremiah's life as to how God was faithful in his life and how through his life he was faithful unto God. നമ്മുടെ ജീവിതത്തിലെ ആലോചനയും ഈ കോൺഫറൻസ് മുഖാന്തരം പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. And I'm desiring and I'm praying and I'm hoping that this will also bring about that transformation in our own lives. രാവിലെ നമ്മൾ ആരംഭിച്ചത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ സംബന്ധിച്ചുള്ള ധ്യാന പഠനത്തോടു കൂടിയാണ്. So in the morning we had this devotional study about God's faithfulness in our lives. നിശ്ചയമായും എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാർക്ക് ദൈവത്തിൽ അധികമായി ആശ്രയിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ധൈര്യപ്പെടുന്നതിനും അത് മുഖാന്തരമായി തീർന്നു എന്ന് ഞാൻ പരിപൂർണമായിട്ട് കരുതുന്നു, വിശ്വസിക്കുന്നു. I am completely hopeful and faithful that the study in the morning has been inspiring and that it will be fruitful in our lives, giving us more encouragement to lead a life in that manner. ഈ രണ്ടാമത്തെ സെഷനിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തതയോടുള്ള ബന്ധത്തിൽ മറ്റ് 3 കാര്യങ്ങളാണ്. So today's this afternoon or evening session what has been entrusted to me is the other spheres of faithfulness. വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വസ്തത, കുടുംബ ജീവിതത്തിലെ വിശ്വസ്തത, സാമൂഹ്യ ജീവിതത്തിലെ വിശ്വസ്തത. Faithfulness in personal life, faithfulness in family life, faithfulness in the secular life. ഇതോരോന്ന് പറയണമെന്ന് വരികിലും സമയം വളരെയധികം ആവശ്യമുണ്ട് എന്ന് വരികിലും എല്ലാം ഒന്നും പറയണമെന്ന് നിർബന്ധമില്ല. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഈ 3 വിഷയത്തെ സംബന്ധിച്ച് ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്ന് താല്പര്യപ്പെടുകയാണ്. Although I desire to go in depth but time will not permit, but whatever is so important will I share and I'll be winding up. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ നാം എത്രമാത്രം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുന്നു എന്നുള്ളതാണ്. So when we studied about the faithfulness of God, it is very important for us to question how faithful are we in his presence. വ്യക്തിപരമായ ജീവിതത്തിലെ വിശ്വസ്തതയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ When we study about the faithfulness in personal life, ആ വിശ്വസ്തത ഭക്തിയുമായി ബന്ധപ്പെട്ടു പോകുന്നതാണ്. and this is going along with the reverence that you hold with the Lord. 12-ാം സങ്കീർത്തനം 1-ാം വാക്യം അതിന് നമുക്ക് എടുക്കാൻ കഴിയും. And if you turn to me to Psalm 12 verse 1, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. and it reads like this, that there are people who are calling out God for help and there are people who are less who are faithful in the sight of God. ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ഒരു വിലാപമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. It is a groaning or the cry out of the psalmist that we read here. അദ്ദേഹം പറയുന്നു യഹോവയെ രക്ഷിക്കണമേ എന്നാണ്. And he cries out to say, Oh God, please help me. ആ മലയാളത്തിലെ ട്രാൻസ്ലേഷനേക്കാൾ കുറെ കൂടെ മെച്ചമായ ട്രാൻസ്ലേഷനിൽ യഹോവയെ സഹായിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And better than the Malayalam translation, the other translation says, Help me, O Lord. ഇന്ന് വൈകുന്നേര സമയത്തും നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉൾത്തടത്തിൽ നിന്ന് ഉയരേണ്ട ആ ഒരു കരച്ചിലോ വിലാപമോ അതുതന്നെ ആവട്ടെ, യഹോവേ ഞങ്ങളെ സഹായിക്കണമേ. Let this be the cry from the bottom of our heart or the lamentation of our heart that, Oh Lord, please help me out today. ഏത് കാര്യത്തിനു വേണ്ടിയാണ് ദൈവം സഹായിക്കേണ്ടത്? In what regard should God help you? ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. For the faithful disappear from amongst the sons of men. Help me in that case. ഇവിടെ ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ടത്, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നതാണ് വിശ്വസ്തന്മാർ കുറയാൻ കാരണം.
One thing that we need to understand from here is because the faithful men are disappearing is the cause of the thing. കാരണം ഭക്തിയും വിശ്വസ്തതയും അതൊന്നിച്ചു പോകുന്നതാണ്. Godliness and faithfulness go hand in hand. മീഖായുടെ പ്രവചനം നമുക്കതിന് ഉദാഹരണമായിട്ട് എടുക്കാം. And we can take an example, the prophecy of book മീഖായുടെ പ്രവചനം 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. Micah chapter 7 and verse 2, it says like this. ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല എന്നാണ്. There it says the faithful men have been taken away from this earth and the godly men are very less amongst us. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. One thing that we need to bear in mind. ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയതുകൊണ്ട് വന്ന വൻപിച്ച നഷ്ടം നേരുള്ളവർ മനുഷ്യരുടെ ഇടയിൽ ഇല്ലാതായി. Because of the godly men being not there is a reason why there are people of faithfulness not found amongst us. നേരുള്ളവൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വിശ്വസ്തതയെ കുറിച്ചാണ്. And what it says as righteous people, it meant equates to the faithful അപ്പോൾ people. ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകുന്തോറും വിശ്വസ്തന്മാരും ഈ ഭൂമിയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. So when godly men continue to be not there anymore on the earth, it impacts directly that we will find people with faithfulness very less. ഇങ്ങനെ ഭയവും വിശ്വസ്തതയും ഒന്നിച്ചു പോകുന്ന പല വാക്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. So we can find that reverence of fear unto God and godliness go, and that is in context mentioned. അതിലൊരു വാക്യം 128-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. And one of the example is Psalm 128 and verse 1. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്നാണ്. Blessed is everyone who fears the Lord, who walks in his ways. അവിടെ നമുക്ക് ആ ദൈവഭയവും കാണാം, ദൈവത്തോടുള്ള വിശ്വസ്തതയും കാണാം. There we find the fear to the Lord and also the faithfulness unto him. അവിടെ ദൈവഭക്തിയെ വെളിപ്പെടുത്തുന്ന പ്രയോഗമാണ് യഹോവയെ ഭയപ്പെട്ട് എന്നുള്ളത്. So where there we find about the godliness unto God, and there it says about the fear unto God. ദൈവത്തോട് പുലർത്തേണ്ട വിശ്വസ്തതയെ വെളിപ്പെടുത്തുന്നതാണ് അവന്റെ വഴികളിൽ നടക്കുന്നവൻ എന്നുള്ളത്. So when you say that person is faithful, it reflects in his walk unto or with the Lord. ദൈവത്തെ ഭയപ്പെടുന്നവനും മാത്രമേ ദൈവത്തിന്റെ വഴികളിൽ നടക്കാൻ കഴിയൂ. Only one who fears the Lord shall he be able to walk with the Lord or in his ways. ഇന്ന് വൈകുന്നേരം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ കോൺഫറൻസിൽ സംബന്ധിക്കുവാൻ വളരെ സന്തോഷത്തോടെ വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ സന്ധ്യാസമയത്ത് ഓർക്കേണ്ടത്, ദൈവഭക്തി നമ്മളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള വിശ്വസ്തതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. One thing that we all need to consider who have gathered from different places and attending this conference, that if godliness were to disappear, that will direct have an impact that the faithful men also will be less. എഫേസ്യലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, If you come to Ephesians chapter 1 and verse 1, പൗലോസ് ആർക്കാണോ ആ കത്ത് എഴുതുന്നത് അവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. and to whom the apostle Paul is writing about them, he is mentioning in this way. വിശുദ്ധരും ക്രിസ്തുവിൽ വിശ്വസ്തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. He mentions it like this. അവർ വിശ്വസ്തരാണ്, അതിനു മുൻപ് അവരെ കുറിച്ച് പറയുന്നു അവർ വിശുദ്ധരാണ്. And they said they are holy and faithful men, and before that faithfulness he said they are holy. ഞാൻ അവിടെ ഒരു വസ്തുത പറയട്ടെ, അവർ വിശുദ്ധരാണ്, അവർ സ്ഥാനീയമായി അവരുടെ പൊസിഷൻ അതാ സൂചിപ്പിക്കുകയാണ്. So it shows their positional standing being holy. അപ്പോൾ തന്നെ പ്രായോഗിക തലത്തിലും അവർ വിശുദ്ധരായിരിക്കണം. And they should also be holy in their practical ആ living. വിശുദ്ധരായിരിക്കുന്നവർക്ക് മാത്രമേ വിശ്വസ്തരായിരിക്കാൻ പറ്റുകയുള്ളൂ. Only who can practice or have practical holiness will be able to be faithful. വിശുദ്ധരാകുന്നത് ദൈവഭയം നിമിത്തമായി. And you will become holy when you have fear unto Lord. നോക്കുക, അവിടെയും എത്ര കൃത്യമായിട്ടാണ് കാണാൻ കഴിയുന്നത് ദൈവഭക്തിയും വിശ്വസ്തതയും എന്നുള്ളത്. See how
godliness and faithfulness go hand in hand there. എന്താണ് ഈ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ? What is godliness? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ഒരുപാട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമാണ് ഭക്തി, ഭയം എന്നുള്ളത്. So godliness or fear unto God is something that you find both equally in Old and New Testament. ചിലയിടത്ത് ദൈവഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലയിടത്ത് ദൈവഭയം എന്നും പറഞ്ഞിട്ടുണ്ട്. Some places it says godliness, some places it says fear unto Lord. ഇത് രണ്ടും ഒന്നല്ല, രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. They are not two different things. They go in hand, they are one. ദൈവഭയമുള്ളവൻ ദൈവഭക്തിയുള്ളവനാണ്. The one who has the fear of the Lord will have godliness. ദൈവഭക്തിയുള്ളവൻ ദൈവഭയമുള്ളവനാണ്. And the one who has godliness will have fear of the Lord. അങ്ങനെയെങ്കിൽ എന്താണ് ദൈവഭയം? And if that is the case, what is the fear of എൻ്റെ God? വാത്സല്യ സഹോദരങ്ങൾ, നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾക്ക് നൽകുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I am so very thankful that you are giving your complete attention unto us. ദൈവഭയം എന്താണ് എന്ന് നാം വചനത്തിലൂടെ പഠിച്ചാൽ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ: ദൈവവചനം അനുസരിക്കുന്നതാണ് ദൈവഭക്തി. So there is only one answer if you were to ask that question, what is the fear of God? It is following God's commandment. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 12 വാക്യം നമുക്കതിന് ബലം നൽകുന്നുണ്ട്. Genesis chapter 22 and verse 12 substantiates that. ദൈവത്തിന്റെ വചനമനുസരിച്ച് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ഒരുങ്ങിയ അബ്രഹാമിനെ തടഞ്ഞുകൊണ്ട് ദൈവം പറയുന്നുണ്ട്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. See, this is what God is testifying when Abraham is heeding to the commandment of the Lord, and he says, I understand by what you're doing that you fear the Lord. എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, ചോദ്യം ചെയ്യാതെ ദൈവവചനം ഏതൊരു വ്യക്തി അനുസരിക്കുന്നുവോ അവൻ ദൈവഭക്തനാണ്, ദൈവഭയമുള്ളവനാണ്. അവന് മാത്രമേ വിശ്വസ്തമായി ജീവിക്കുവാൻ കഴിയൂ. My dear brothers and sisters, the young ones, only the one who are able to follow the Lord without doing the question is the one who is faithful unto him. ദൈവം വചനമാണ് ഒരുവന്റെ ഭക്തിയെ വളർത്തുന്നത്. It is the word of God is what the godliness increase is brought about. 119 സങ്കീർത്തനം 38 വാക്യത്തിൽ ഞാൻ വചനം കൊണ്ട് മാത്രം കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. I'm just reading out the scriptures. It's Psalms 119 and verse 38. 119 സങ്കീർത്തനം 38 വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: It reads like this. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനം. Establish your word to your servant who is devoted to fearing you. ദൈവവചനത്തിനു മാത്രമേ ദൈവത്തോടുള്ള ഭക്തിയെ നമ്മിൽ വർദ്ധിപ്പിക്കാൻ കഴിയൂ. Only to obeying to the word of God shall increase your godliness unto him. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ. That's why let me say this in നാം full. വായിക്കുന്ന ദൈവവചനത്തിലൂടെ, And that word that you and I read, നാം പഠിക്കുന്ന ദൈവവചനത്തിലൂടെ, the word that you and I study, നാം പഠിപ്പിക്കുന്ന ദൈവവചനത്തിലൂടെ, the word that you and I teach, നാം പ്രസംഗിക്കുന്ന ദൈവവചനത്തിലൂടെ the word that you and I preach, നമ്മളിൽ ദൈവഭക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കണം. and let that help bring about that increase in godliness. എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. There is one verse that keeps thinking അത് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലാണ്. It is book of Chronicles. കൃത്യതയോടുകൂടെ പറയാൻ കഴിയുകയില്ലെങ്കിലും രണ്ട് ദിനവൃത്താന്തം 26 അധ്യായം എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ അല്ലെങ്കിൽ കണ്ടുപിടിച്ചോളുക. And I'm not very sure of the verse. It should be 2 Chronicles chapter 26. അവിടെ സെക്കരിയാവിനെ കുറിച്ചും ഉസിയാവിനെ കുറിച്ചും കാണുന്നുണ്ട്. There we read about Zechariah and Uzziah. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: There we read like this. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു പോന്ന സെക്കരിയാവെന്നാണോ? We read that he was actually instructing him in God's fear. ദൈവസഭകളിൽ ശുശ്രൂഷിക്കുന്ന സഹോദരന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. The one who ministers in the assembly of God. ഞാൻ അവരോട് ശക്തമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. Let me say this to you as fervently. കേവലം ഒരു അവസരത്തിനു വേണ്ടി വചന ശുശ്രൂഷ ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യരുത്. Just for an opportunity, don't take that chance to preach and be
count full sinners unto God. കഴിവിനെ വെളിപ്പെടുത്തുവാൻ ഒരു വചന ശുശ്രൂഷ സഭയിൽ ചെയ്യരുത്. You do not have to take that word ministry to show your ability. നാം ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം അത് ദൈവ ഭയത്തോടുകൂടെ ചെയ്യേണ്ടതാണ്. So one thing that you need to bear in mind when you take up to the word ministry, that you should do it unto the fear of Lord. അത് അലസമായി ചെയ്യേണ്ട കാര്യമല്ല. It is not something that you can do എന്റെ casually. കഴിവിനെ വെളിപ്പെടുത്തുവാൻ It ചെയ്യേണ്ടതല്ല. should not be done to show your ability. എനിക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രം, എന്റെ വചനം കേൾക്കുന്ന വ്യക്തികൾ ദൈവത്തെ ഭയപ്പെടുന്ന വിധത്തിൽ ഞാൻ ദൈവ ഭയത്തോടുകൂടെ അത് ശുശ്രൂഷിക്കേണ്ടതാണ്. Only thing that I desire when I do the word ministry is that when I do it, it should make you more richly in the fear of the Lord. അത് നമ്മുടെ ജീവിതത്തിൽ ഭക്തിയെ വളർത്തിയെടുക്കും. And if that happens, that will increase the godliness in our lives. ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരട്ടെ. Let me bring to you one more verse. 119 സങ്കീർത്തനം 120 വാക്യത്തിൽ Psalm 119 and verse 20. അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? What does it read there? ദൈവത്തോട് സങ്കീർത്തനക്കാരൻ പറയുക, This is what the psalmist says unto the Lord. നിങ്കലുള്ള ഭയം നിമിത്തം എന്റെ ദേഹം, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് രോമാഞ്ചം കൊള്ളുന്നുവെന്നാണ്. It says, my flesh trembles and fear of you. എന്നാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കേട്ടല്ലോ, എന്റെ ശരീരം വിറയ്ക്കുന്നുവെന്നാണ്. And it's in English translation, it says it, you tremble in front of the Lord. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ദൈവാത്മാവനോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. My dear beloved brother, I'm just saying to what the Lord is speaking to me. ഇദ്ദേഹം എന്താ പറയുന്നത്? നിങ്കലുള്ള ഭയം നിമിത്തം എന്റെ ശരീരം വിറയ്ക്കുന്നു. And here the psalmist says, my body is trembling because of the fear of you. നമ്മൾ പലപ്പോഴും വിറയ്ക്കുന്നവരാ. Many times we also tremble. വീട്ടിൽ വിറയ്ക്കാറുണ്ട്. And we tremble at home. ഭാര്യയുമായിട്ട് പ്രശ്നം ഉണ്ടായാൽ പുള്ളിയെ വിറച്ചാൽ പിടിച്ചാൽ നിൽക്കത്തില്ല. When you have a fight with your wife, you really tremble at home. പിന്നെ എന്തൊക്കെയാ പറയുന്നെന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും അറിയാം. And then we know what they go on to speak. ആ വിറയിലല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ This is not that പറയുന്നത്. tremble that is ഹല്ലേലൂയ. disturbed. Hallelujah to God. എന്നിലുള്ള ദൈവ ഭയം നിമിത്തം എന്റെ ശരീരം വിറയ്ക്കണം, ശരീരം വിറയ്ക്കണം. Because of my fear unto Lord, my body should tremble in front of him. അത് സാധിക്കാൻ ദൈവവചനമാണ് നമ്മളിൽ വരേണ്ടത്. And if that has to happen, the word of God has to be in there in you. ഞാൻ അതിന് 2 ഉദാഹരണം വേഗത്തിൽ പറയാം. Let me give you 2 examples very closely. ഒന്ന് യോസേഫാണ്. One is Joseph. അത് ചരിത്രമൊക്കെ നമുക്കറിയാം. We know the history. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ മാത്രമേ അത് സംബന്ധിച്ച് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. I just would like to turn to Genesis chapter 39 6 മുതൽ 9 വരെ. Genesis chapter 39 verse 6 to 9. I'm sorry. ഇവിടെ സംഭവം നമുക്കറിയാം. We know what is happening here. ഇദ്ദേഹത്തെ ഇവിടെ പൊത്തിഫേറിന്റെ വീട്ടിൽ അടിമയായി വിലയ്ക്ക് വാങ്ങിയിരിക്കുക. Joseph is a slave unto Potiphar's house. അദ്ദേഹം മിസ്രൈമിന്റെ ഒരു മന്ത്രിയാണ്. And he is a minister in Egypt. ഇദ്ദേഹം വിശ്വസ്തനായിരുന്നു. Joseph was very faithful. വിശ്വസ്തനായിരിക്കാൻ കാരണം ദൈവഭക്തിയുള്ളവനായിരുന്നു. The reason why he was faithful was he was a godly man. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? You know what he did because of that? എല്ലാം ഇട്ടെറിഞ്ഞ് യോസേഫിനെ അങ്ങ് ഏൽപ്പിച്ചു. And Potiphar just committed everything into the hands of അദ്ദേഹം Joseph. നല്ല സുന്ദരനായിരുന്നു. And Joseph was a very handsome man. ഫേഷ്യൽ ചെയ്തൊന്നുമല്ല, It's not because he did some facial. സുന്ദരനായിരുന്നു. He was handsome. ആ സുന്ദരനാണ് ഈ വീട്ടിൽ ജോലി ചെയ്യുന്നത്. And this handsome man was working at his home. ഞാൻ ആ വാക്കുകളെല്ലാം അങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാപം അടങ്ങിയിരുന്നില്ല. And I just don't want to say anything, but sin was just abounding. പാപം അവസരം കാത്തു നിന്നു. And sin was waiting for a chance. ഒരു ദിവസം ആരുമില്ലാതിരുന്നപ്പോൾ പാപം ഇവന്റെ അടുക്കലേക്ക് ചെന്നു. And at a time there was no one, the sin came to Joseph. പാപം കയറി പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. And sin came and caught his hand and said to him, നമുക്ക് പാപം ചെയ്യാം. let's go and sin. ഇവിടെ ആരുമില്ല. There is nobody here. അവൻ പറഞ്ഞ വാക്ക് നമ്മുടെ ഹൃദയത്തെ വിറപ്പിക്കുന്നതാണ്. And what Joseph uttered should fear our hearts. ഞാൻ എന്റെ ഭാഷയുടെ ചേർത്ത് പറയാൻ പോവുകയാണ്. I'm just going to use my own language and say this to ഇവിടെ you. ആരുമില്ല. There is nobody here. പക്ഷെ ദൈവമുണ്ട്. But God is there. ഹല്ലേലൂയ. Hallelujah. ഇവിടെ ആരുമില്ല, പക്ഷെ ദൈവമുണ്ട്. Nobody is around to
there, but God is there. ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുകയില്ല. I will not do this great wrong deed and be sinning unto my God. എന്ത് ചെയ്തെന്നറിയാമോ? You know what he did? കേറി ഉടുപ്പേലായി പാപം പിടിച്ചിരിക്കുന്നത്. And the sin has caught his clothes. അല്ലേലും പാപം പിടിക്കുന്നതെല്ലാം ഉടുപ്പേലാ പിടിക്കുന്നത്. And all the sins are normally caught by the cloth. അങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. I can just say that and go. അവൻ എന്ത് ചെയ്തെന്നറിയാം? You know what he did? ഉടുപ്പിട്ട് ചോറ്റ പോകുപോയി. And he just left his clothes and ran away. ആള് നഗ്നനായിട്ടാണ് പോയത്. He went away naked. ഇവിടെ എനിക്ക് പറയാൻ ഒരു സന്തോഷത്തിന്റെ വാർത്തയുണ്ട്. I have a glad news to say to you. അവന്റെ ഭക്തിയും വിശ്വസ്തതയും നിമിത്തം Because of his godliness and his അവൻ ഒരു faithfulness, കാര്യം നഷ്ടപ്പെട്ടു. one thing that he lost, അത് തിരിച്ചു വാങ്ങാവുന്നതാണ്. and that which he lost could have been bought back. എന്താ നഷ്ടപ്പെട്ടത്? What did he lose? അവന്റെ ഉടുപ്പ് നഷ്ടപ്പെട്ടു. He lost his clothes. എന്ത് നഷ്ടപ്പെട്ടില്ല? What did he not വില lose? കൊടുത്തു വാങ്ങാൻ പറ്റാത്തത് നഷ്ടപ്പെട്ടില്ല. That ഹല്ലേലൂയ. that which cannot be brought with a price, that he did not lose. എന്താണ് നഷ്ടപ്പെടാതിരുന്നത്? What did he not lose? അവന്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടില്ല. He did not lose his എന്റെ testimony. വാത്സല്യ സഹോദരീ സഹോദരന്മാരെ, My beloved brother and എന്റെ sister, യുവതി യുവാക്കളെ, my youngsters, നമ്മുടെ ഉടുപ്പ് നഷ്ടപ്പെടട്ടെ, let our clothes be നമ്മുടെ going away. പണം നഷ്ടപ്പെടട്ടെ, Let all our money ഒരുപക്ഷെ go. ജോലി നഷ്ടപ്പെടട്ടെ, May our jobs go away. എന്നാലും സാക്ഷ്യം നഷ്ടപ്പെടാതിരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ എത്രയോ പ്രസാദകരമായ How കാര്യമാണ്. more blessed and pleasing is unto the Lord if you and I don't lose our testimony. ദൈവം നമ്മെ വിശേഷാൽ സഹായിക്കട്ടെ. May the good Lord help us. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. May the good Lord bless ഞാൻ us. അത്രയും പറഞ്ഞു പോകുക. എനിക്ക് ഇഷ്ടം പോലെ എടുത്തോളാൻ പറഞ്ഞു. And I've been told that I can take as much as I can. വലിയ വിവേകമില്ലെങ്കിലും ഇതിനൊക്കെ ഇച്ചിരി വിവേകമുണ്ട്. കാരണം ഇഷ്ടം പോലെ എടുത്തോളാൻ പറഞ്ഞു. നമുക്കെല്ലാം പോയി കിടക്കേണ്ടതാ, രാവിലെ തുടങ്ങിയതാ. അതുകൊണ്ട് സമയത്ത് നിർത്തേണ്ടതായതുകൊണ്ട് ആ ഭാഗം ഞാൻ അങ്ങ് വിടുകയാണ്. Although I've been asked to take as much as more, but there is this wisdom given that we all need to come back, and I will finish it on. എന്നാൽ വ്യക്തിപരമായി എഴുതിയെടുക്കുന്നവരും ശ്രദ്ധിക്കുന്നവരും ഉള്ളതുകൊണ്ട് അവരോട് പറയുകയാണ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എവിടെയൊക്കെ വിശ്വസ്തത പുലർത്തേണ്ട മേഖലയുണ്ടെന്ന് ഓർപ്പിക്കാൻ പോവുകയാണ്. So I'm just going to bring to you what all spheres in our personal life that we should have this faithfulness. ഒന്ന്, വിശ്വസ്തത കാര്യവിചാരകത്വത്തിൽ ഉണ്ടായിരിക്കണം. That you should be faithful unto stewardship. നാം സ്റ്റുവേർഷിപ്പിന്റെ ആളുകളാണ്. We are all called to be stewards. ദൈവം നമ്മെ കാര്യവിചാരകന്മാരാക്കി തീർത്തിരിക്കുക. God has made you and me the stewards. എന്തിന്റെ എന്തൊക്കെ എന്നുള്ളത് ഒരു 3 കാര്യം ഞാൻ ഓർപ്പിക്കാം. And of what he has given the stewardship. ഒന്ന്, ദൈവവചനത്തിന്റെ കാര്യവിചാരകത്വം. One, we are the stewards unto his word. 2, കൃപാവരങ്ങളുടെ കാര്യവിചാരകത്വം. And secondly, the gifts that he has given, spiritual gifts. 3, സമ്പത്തിന്റെ കാര്യവിചാരകത്വം. And thirdly, that about the sum. അപ്പോൾ പ്രായോഗിക ജീവിതത്തിലെ വിശ്വസ്തത ദൈവ ഭയം നിമിത്തമായി നമുക്ക് വർദ്ധിക്കണമെന്ന് മാത്രമല്ല, ആ വിശ്വസ്തത പുലർത്തേണ്ടത് കാര്യവിചാരകത്വത്തിൽ അഥവാ ദൈവവചനത്തിൽ, കൃപാവരങ്ങളിൽ, സമ്പത്തിൽ, ഇതിലൊക്കെ നമ്മൾ വിശ്വസ്തത പുലർത്തണം. Not only that, we should increase in the godliness and fear of the Lord through his word, but there are 3 spheres into which this should be applied in our lives. ദൈവവചനം ഒത്തതുപോലൊന്നും പ്രസംഗിക്കരുത്. And that you should not preach as the word is. സ്വന്തമായ വ്യാഖ്യാനമൊന്നും നടത്തരുത്. You should not do your own understanding into it. എന്റെ പൊന്നോ, ചിലർ വ്യാഖ്യാനം നടത്തുന്നത് കേട്ടാൽ തല കറങ്ങി താഴെ പോകും. Oh, if you were to actually listen to some people's interpretation, you will. സമാഗമ കൂടാരത്തിന്റെ തൂണ്, അതിന്റെ വെള്ളിച്ചുവട്, അതിന്റെ കൊളുത്ത്, അതിന്റെ മണി, ഇതിനൊക്കെ കൊടുക്കുന്ന വ്യാഖ്യാനം കേട്ട സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവർക്ക് പ്രതിഫലത്തിന്റെ കയ്യും കളിയായിരിക്കും. The way that they interpret about the Ark of the Covenant and the different parts,
The day that they will land in heaven, they will be full of rewards. വചനത്തിന് നിരക്കുന്ന, വചനത്തിന് തെറ്റുപറ്റാത്ത, ഉപദേശത്തിന് തെറ്റുപറ്റാത്ത വ്യാഖ്യാനം വേണം ദൈവവചനത്തിന് നാം കൊടുക്കേണ്ടത്. അത് വചനത്തിന്റെ കാര്യവിചാരകത്വം ഉള്ളവരുടെ ഉത്തരവാദിത്തമാണ്. It is the responsibility unto the people who have been given that ministry that they should do and divide the word as it is given, and that's how it should be served. വചനത്തോടുള്ള വിശ്വസ്തതയുടെ രണ്ടാമത്തെ ഭാഗം പറയുന്ന വചനം പ്രായോഗികമാക്കുക എന്നുള്ളത്. Second part of paying or giving that stewardship is being able to bring that which you preach into your practical life. തിമോഥെയോസിന്റെ ഒന്നാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 Timothy chapter 4 and verse 16 we read like this. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. That you should keep your own self and the doctrine. നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നീ രക്ഷിക്കും. And if you do that, you will save yourself and the one who hears you. വചനത്തോടുള്ള കാര്യവിചാരകത്വം അല്ലെങ്കിൽ ആ വിശ്വസ്തത വെളിപ്പെടുത്തുന്നത് നാം ഉപദേശിക്കുന്ന വചനം സൂക്ഷിക്കണം, അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെയും സൂക്ഷിക്കണം. So it is so important that when you keep that stewardship unto the word, that you keep the doctrine and you keep yourself. വചനത്തിൽ ഉള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതുണ്ടാകുന്നതുവരെ ആ വിഷയം പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന എൻ്റെ മതം. So what I understand is whatever that you preach, if it is not in your practical life, hold on the time till the time that is practical in your life. പരിഹരിച്ചിട്ടങ്ങ് പറഞ്ഞാട്ടെ, അപ്പോൾ ഒരു പ്രാഗൽഭ്യം കിട്ടും. And you just make sure that it is there, then it will make some substantial. ഒരിക്കൽ ഗാന്ധിജി ജീവിച്ചിരുന്ന സമയത്ത്, once Gandhi when he was alive, അദ്ദേഹത്തിന്റെ സ്ഥലത്ത് അനേക ആളുകൾ ഉപദേശത്തിനുമൊക്കെ ആയിട്ട് കൂടി. There were many people who go to the place that he lived in for advice. കുറച്ച് ദൂരമുള്ള ഗ്രാമത്തിൽ നിന്ന് ഒരമ്മയും മകനും കൂടെ അവിടെ അദ്ദേഹത്തെ കാണാൻ വന്നു. ഇതൊക്കെ സംഭവം നടന്ന കാര്യം ഉണ്ടാക്കി പറയുകയല്ല. This is all something that is practically happened. From a far village, a mother and a son came. ആളുകളൊക്കെ പിരിഞ്ഞു പോയ കൂട്ടത്തിൽ ഈ അമ്മയും മോനും കൂടെ ഗാന്ധിജിയുടെ അടുക്കലേക്ക് ചെന്നു. And the mother and son also came closer to Gandhi. ഗാന്ധിജിയോട് പറഞ്ഞു, പ്രഭു ഇവനെ ഒന്ന് ഉപദേശിക്കണം. And the mother said, oh Gandhi, please advise my son. അപ്പോൾ ഗാന്ധിജി അമ്മയോട് ചോദിച്ചു, എന്താ ഇവനെ ഉപദേശിക്കേണ്ടത്? So Gandhiji asked the mother, what should I advise him of? ഇവൻ ഒരുപാട് പഞ്ചസാര തിന്നും. That he eats of a lot of sugar. കുറച്ച് തിന്നണോ എന്ന് പറഞ്ഞാൽ ഒന്നും ഇവൻ കേൾക്കുകയില്ല. ദിവസം തോറും ഇവൻ കൂടുതൽ തിന്നുക. When I ask him to eat less of sugar, he keeps eating more and more and more. ഞാൻ പറഞ്ഞു മടുത്തു. And I am fed up of saying this to him. Please, can you advise him? ഗാന്ധി പറഞ്ഞു. And Gandhi said like this. 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. He said, come after 2 weeks. ഇവരങ്ങ് പോയി. And they went away. 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വന്നു. The mother and son came back to ഗാന്ധി ഈ കൊച്ചനെ മാറ്റി നിർത്തിയിട്ട്, and after 2 weeks Gandhi advised him. പഞ്ചസാര കൂടുതൽ കഴിക്കുന്നതിന്റെ ദോഷമൊക്കെ അവനെ പറഞ്ഞു കേൾപ്പിച്ചു. He made him aware about the repercussions of having more sugar. അവനൊരു തീരുമാനമെടുത്തു. And the boy took a ഇനി ഞാൻ decision. കുറച്ചല്ല, ഇനി പഞ്ചസാരയെ തിന്നുന്നില്ലെന്നങ്ങ് തീരുമാനം. He decided that henceforth I will not have sugar. ഈ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. The mother was happy. ഈ അമ്മ ഒരു ചോദ്യം ചോദിച്ചു. A mother asked the question. പ്രഭു, ഇത്രേ പറയാനുള്ളെങ്കിൽ ഇത്രയും ദൂരത്തിൽ നടത്താതെ അന്നതങ്ങ് പറഞ്ഞാ പോരായിരുന്നു എന്ന് ചോദിച്ചു. Oh Lord, if you were to only advise this much, why did you make us walk after 2 weeks and come back again? You could have done it on the first day. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, And then Gandhi said, ഇവനെ ഉപദേശിക്കണമെന്നും പറഞ്ഞു നീ എൻ്റെ അടുക്ക വരുമ്പോൾ ഞാനും പഞ്ചസാര ഒരുപാട് തിന്നുമായിരുന്നു. when you came to me asking him to reduce sugar, I was also eating much of sugar. അത് ഈ 2 ആഴ്ച കൊണ്ട് നിർത്തിയിട്ട് ഇവനോട് പറയാനാ ഞാനിരുന്നു. So in these 2 weeks I stopped eating. That's why I came and advised him after 2 weeks. ഇത് പറയുമ്പോൾ എനിക്കും ഭയമുണ്ട്. When I say this to you, I am also equally fearful. ദൈവജനത്തിന്റെ മധ്യേ വചനം ശുശ്രൂഷിക്കുന്ന പഠിപ്പിക്കുന്ന എല്ലാവരും ഓർക്കേണ്ട കാര്യം,
One thing that all should be mindful, the one who preaches and ministers among the children of God. നിർത്തേണ്ടത് നിർത്തിയിട്ട് വേണം മറ്റുള്ളവരോട്. You should stop what you ought to stop before you start preaching. അനുഭവത്തിലുള്ളത് വേണം മറ്റുള്ളവരോട് പറയാൻ. What you have in practical should you be able to preach out. അതാണ് കാര്യവിചാരകത്തിലെ വിശ്വസ്തത എന്ന് പറയുന്നത്. That is the faithfulness in the stewardship for the word. രണ്ടാമത് കൃപാവരങ്ങളിൽ അതിൽ കാര്യവിചാരകത്വം വേണം. You should have the faithfulness in the spiritual gifts. അത് സംബന്ധിച്ച് 1 പത്രോസ് 4:10 അതുപോലെ മത്തായി 25:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും ഉണ്ട്. In Peter, in Matthew, read about this. മത്തായി 25:19 മുതൽ 23 വരെയുണ്ട്. താലന്തിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. He talks about the talents in Matthew chapter 28. ആ വേദഭാഗങ്ങളൊക്കെ ഞാനത് എടുത്ത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ വേദഭാഗങ്ങളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളോട് നാം വിശ്വസ്തത പുലർത്തണമെന്നുള്ളതാണ്. So I'm not taking time to elaborate taking those verses. There it impacts and says that how we should be faithful for the spiritual gifts entrusted unto us. ഇവിടെ ഇരിക്കുന്ന യുവാക്കളായിരുന്നാലും പ്രായമുള്ളവരായിരുന്നാലും മധ്യവയസ്കരായിരുന്നാലും എല്ലാവരോടുമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു കൃപാവരവും ലഭിക്കാത്തവർ ഇവിടെ ഇരിപ്പില്ല. All the people sitting right from young to old, all those who are saved, all have been given at least one spiritual gift. ദൈവസഭയെന്ന ശരീരത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ കൃപാവരം എന്ന് പറയുന്നത്. The body of Christ, which is the church, for the edification of that church is you and I have been given that spiritual gift. അതിൽ നമ്മൾ വിശ്വസ്തരായി. We should be faithful in that spiritual gift. 1 തിമോത്തിയോസ് 4:14 പൗലോസ് തിമോത്തിയോസിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. 1 Timothy chapter 4 and verse 14 there instructs Paul to Timothy നിന്നിലുള്ള കൃപാവരങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. that you should not leave alone the spiritual gift which is there in you. പലരും അവർക്കുള്ള കൃപാവരങ്ങൾ ഉപേക്ഷയായി വിചാരിക്കുന്നവരെന്ന് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ. Let me say, many of the ones who are sitting here, you have not been faithful to that spiritual gift. വളരെ കൃപാവരം കിട്ടിയിട്ടുള്ളവരെ സഭയിൽ വന്നാൽ കമാന്നൊരക്ഷരം മിണ്ടത്തില്ല. Many ones who have been given that spiritual gift, when they come to the assembly, they don't utter a word. അവരാകെ വാ വിളിക്കുന്നത് കർത്തൃമേശയുടെ സമയം. The only time they open their mouth is when they want to have from the പിന്നെ table. മുഴുവന് സങ്കീർത്തനം അവരനുസരിച്ചിരിക്കുകയാണ്. And then they will only follow the psalm. എന്താണ്? What it is. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞു. And be silent and know that I am Lord. മിണ്ടത്തില്ല. They would not utter a word. മിണ്ടാതെ വരും, മിണ്ടാതെ ഇറങ്ങിയും പോകും. They would not come saying anything. They'll go without saying anything. ഭയങ്കര ഭക്തിയാണ് അവർ. Oh, how much is godliness in them. സഹോദര യുവാവേ, നിന്റെ കൃപാവരങ്ങളെ നീ ഉപേക്ഷയായി വിചാരിക്കുക. Oh dear ones, you are not allowing your spiritual gift to shine. You're just leaving it alone. ചില ആളുകളുണ്ട് സഭയിലൊക്കെ പാടുന്നവരാകാം. There might be people who are actually coming and singing in the assembly. എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന കുറെ ആളുകളുണ്ട്. There are people who try to find fault in everything. ഇവരുടെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറ്റം പറയാൻ എന്തൊക്കെ ഇവിടെ നടക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആളുകളാണ്. The main job is after the assembly meeting on a church on a Sunday, they go on to the lunch table and they keep discussing about what happened, what went wrong. തീന്മേശയുടെ മുമ്പിൽ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാവരും കൂടി ഇരുന്നാണ്. ഇന്നത്തെ പ്രസംഗം കേട്ടായിരുന്നു അവിടെ. They are all sitting in the dining table having the food. They have the children, grandchildren, and they make this question: did you hear about the message today? എന്നാ പ്രസംഗമായിരുന്നു. Oh, there were so many things there. അതിന്റെ ഇടയ്ക്ക് ഒരുത്തം പാട്ട് എടുത്ത് കണ്ടില്ല. And then you see that somebody took a song. വല്ലോനും അവന്റെ കൂടെ പാടാൻ പറ്റുമായിരുന്നു. Oh, can anybody sing with him the way that he sang? ഹാർമോണിയത്തെ വേറെ കട്ട പിടിപ്പിക്കണമായിരുന്നു. Oh, he should have had a different tap to that harmonium. അങ്ങനെ പ്രാർത്ഥന കേട്ടില്ലായിരുന്നു. Oh, did you hear what the prayer was? 10 മിനിറ്റാണ് അവൻ Oh, പ്രാർത്ഥന he കേട്ടത്. took 10 minutes to pray. ഇങ്ങനെ ഓരോരുത്തരെയും വിമർശിച്ചുകൊണ്ടിരിക്കുക. And there you find fault in everything that happened. അങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരെയൊക്കെ വിമർശിക്കുന്നു അതിലൊരുത്തം വന്ന് കോളിംഗ് ബെല്ലിലാണ് മുത്തുന്നത്. And while they are trying to do this, somebody against whom they are speaking, he comes and honks their bell. കണ്ടു കഴിയുമ്പോൾ പ്ലാൻ അങ്ങ് മാറും. And when they saw this person, everything changes. 100 ആയുസ്സാ കേട്ടോ. And he says, oh, you're going to live forever. ഇപ്പൊ പറഞ്ഞ നാക്ക് വായിലിട്ടതേ ഉള്ളൂ. Oh, we were just talking about you now.
ചെറുക്കൻ അങ്ങോട്ട് നോക്കി പെങ്ങളോട് പറയും, നമ്മുടെ അപ്പൻ പൊരിച്ച മോന. The sister will look unto the father and say, oh, our dad is a ഇതാണോ fatherness person. നമ്മുടെ വീട്ടിലെ പരിപാടി? Is this what is happening in our homes? No. ഏതെല്ലാം കൃപാവരങ്ങൾ ആർക്കെല്ലാം കൊടുത്തിട്ടുണ്ടോ അവരത് വിനിയോഗിക്കുമ്പോൾ സഹോദര സഹോദരി നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കണം. ഈ സഭ എന്ന ശരീരത്തിന്റെ വളർച്ചയ്ക്കായി ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കൃപാവരം. Dear brothers and sisters, the spiritual gifts which has been given unto you, each one of us, it is for the edification of the entire assembly, and that has to be done in that manner. എൻ്റെ മറുവശവും കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളാം. Let me tell you the flip side of it ചില as well. തൊട്ടാവാടികളുണ്ട്. There are people like untouchables. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഒരു പാട്ട് പാടി, നല്ല പാട്ടായിരുന്നു. And then, one person is singing, that song was good. യോഗം കഴിഞ്ഞേച്ച് പുള്ളി സ്പീഡിൽ ചെന്ന് ഒരു കയ്യും കൊടുത്തേച്ച് അങ്ങോട്ട് മാറ്റി നിർത്തും. And after the meeting, he will shake his hands and take him to side. ഇന്ന് എന്നാ പാട്ടാ പാടി? And they'll ask him, what song did he sing today? ആരാധനയ്ക്ക് പാടേണ്ട പാട്ട് അല്ല, ആരാധനയ്ക്ക് അത് പ്രാർത്ഥനയ്ക്ക് പാടേണ്ട പാട്ടെടുത്താണോ ആരാധനയ്ക്ക് പാടി? He will ask this question, this song should have been rendered at that time. Why did you sing ഈ it this time? മോങ്ങാനിരുന്ന നായുടെ തലേ തേങ്ങ തള്ളിയിട്ടെന്ന് പറഞ്ഞതുപോലെ ഇയാളോടൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ പാടുന്നുമില്ല ഒന്നുമില്ല, ആരാന്ന് വെച്ചാൽ ഇനിയും പാടിക്കോണം. And after getting such sort of a remark, a person, he says, I am henceforth not going to do anything and I will shut myself. ചില മൂപ്പന്മാരും മോശമല്ല. And some elders are also not. ചില ചെറുപ്പക്കാർ ഈ മൂപ്പന്മാരെയൊക്കെ കുറ്റം പറയുന്നവർക്ക് വലിയ ഇഷ്ടമാണ്. And some youngsters like bad mouthing about the കണ്ടമാനം elders. വിമർശനം വന്നു കഴിയുമ്പോൾ When you see a lot of things negatively coming to you, ഈ പുള്ളി സഭയിൽ എഴുന്നേറ്റ ഒരു പ്രസ്താവനയാണ്. and this elder will stand up and make this statement. ഇന്നു മുതൽ ഞാൻ ഇവിടുത്തെ മൂപ്പനല്ല. And from henceforth I am not the elder of this assembly. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. If he says like that, it's not a ഞാൻ problem. ഈ പറയുന്നതെല്ലാം തെളിവ് സഹിതം ഉള്ളതാ. ഞാൻ മധ്യ തിരുവിതാംകൂറിൽ ഒരാൾ ഇത്രയും കൊണ്ട് നിർത്തിയില്ല. So I am saying to you, I'm not bluffing, I'm telling you with categorical examples. സഭ ഞാൻ പറയത്തില്ല, കാര്യം അടുത്ത വർഷം അവരെന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് അവിടെ പോകേണ്ടത്. I will not say which assembly it is because I need to go back there midnight. അവർ പറഞ്ഞത്, ആ പുള്ളി പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ ഇന്നു മുതൽ ഇവിടുത്തെ മൂപ്പനുമല്ല കീപ്പനുമല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. He said, I'm not going to be the elder and not the keeper of this assembly anymore. സഹോദര അങ്ങനെ പറയരുത്. Dear brother, you should not say like that. നീയായിട്ട് ആ സ്ഥാനത്ത് വന്നതല്ലല്ലോ. You did not come to that position by your own ഈ chance. ജനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നിന്നെ അവിടേക്ക് കൊണ്ടുവന്നാക്കിയതല്ലേ. Because for the edification and growth of this people, God has entrusted that to you. വിമർശിച്ചെന്ന് വരും. There might be people കുറ്റം against പറഞ്ഞെന്ന് you. വരും. There might be people യെരമ്യാവിന്റെ കാര്യം നമ്മൾ കേട്ടില്ലേ? We heard about Jeremiah. എന്തെല്ലാം കഷ്ടങ്ങൾ അദ്ദേഹം അനുഭവിച്ചു. How much of troubles that he went ഞാൻ through. പ്രവാചകനല്ലെന്ന് ആരോടെങ്കിലും പറഞ്ഞു? Did he say that I was not a prophet? താൻ ആ പ്രവചന ശുശ്രൂഷയെ അവസാനിപ്പിച്ചോ? Did he stop doing that prophecy? ഒരിക്കലുമില്ല. No, he never did കാരണം that. എന്ത്? What is the ദൈവം ആ reason? സ്ഥാനത്ത് കൊണ്ടുവന്നത്. Because God has അത് entrusted that. മരണം വരെയും വേദന സഹിച്ചുകൊണ്ടാണെങ്കിലും അത് ചെയ്തേ പറ്റുകയുള്ളൂ. I will do that till the end, even if I go through all the pain that I have to. അതുകൊണ്ട് കൃപാവരങ്ങളിൽ ആ കാര്യവിചാരകത്വം ഉണ്ടായിരിക്കണം, വിശ്വസ്തരായി. And that's why you should be able to have that faithfulness in the spiritual gift that has been given. മൂന്നാമത് കാര്യവിചാരകത്വം സമ്പത്തിലുണ്ടായിരിക്കും. And thirdly, in your wealth, you should have that stewardship. ഞാൻ ഇവിടെ വന്നത് കുറച്ച് പണം ഉണ്ടാക്കാനാണ്. And I came here to earn some money. അവിടെ ഇവിടെയും കൊടുക്കാനുള്ളതല്ല. I am not just going to give here and there. പറയരുത്. Just don't say that. നിങ്ങൾക്ക് കിട്ടുന്ന പണം മുഴുവൻ നിങ്ങൾക്കുള്ളതല്ല. The money that you receive does not belong to you. അതിന് കർത്താവ് പറഞ്ഞ ഭാഗം ഒത്തിരി ഉണ്ട്. ആ വേദഭാഗം മാത്രം പറഞ്ഞ് ഞാൻ അങ്ങ് പോവുകയാണ്. There are many. I'm not going to take everything, but a few things. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സൗകര്യാർത്ഥം ഒന്ന് വായിച്ചു കൊള്ളട്ടെ. Luke chapter 16, there you can read about when you have time. അത് പണത്തെ സംബന്ധിച്ച് കർത്താവ് പറയുന്ന കാര്യം. That is where the Lord is speaking about money. പണവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? How should your relation be? പണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം? How should your intent be towards money? പണത്തോട് നമ്മൾ എത്രമാത്രം വിശ്വസ്തരായിരിക്കണം? How much you should be faithful unto ഈ money? കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ And when we talk about this, അതിന്റെ 12-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, കേട്ടോളുക. there is one thing that the Lord is saying in the verse 12. അന്യമായതിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ സ്വന്തമായത് ആർ നിങ്ങൾക്ക് തരും?
If you are not faithful unto things which are not yours, how will he grant unto you which is to him? അന്യമായതെന്താ? What is to not belonging to പണമാണ്. you? That is money. സമ്പത്താണ്. That is the money. സ്വന്തമായതെന്താണ്? What is that belongs to you? ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളത്. That which you can take away from. അതെന്താണ് കൊണ്ടുപോകാനുള്ളത്? What you can take away from here? വെളിപ്പാട് പുസ്തകം 14:13. And that is Revelation chapter 14. and verse എഴുതുക, 13. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, The one who is dying in Christ are blessed, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. and their work shall follow them. ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ് സ്വന്തമായത്. And what you can take away when you go from here, that belongs to you. കൊണ്ടുപോകാൻ കഴിയാത്തതാണ് അന്യമായത്. That which you cannot take is not belonging to you. എന്നെ പോലുള്ള ദൈവ സുവിശേഷകന്മാര് സ്വന്തം വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മറ്റുള്ള വീടുകളിലാ കൂടുതലും പാർക്കുന്നത്. Evangelists like me, rather than being at home, we are most of the time with others' home. ഭാര്യയോട് വഴക്കുണ്ടാക്കി മാറുന്നതല്ല. It is not that we are having a fight with our wives and going away. ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവിടെ താമസിക്കുന്നു. And because we go to ministry, we stay in different അങ്ങനെ residence houses. താമസിക്കുന്നിടത്ത് ചെല്ലുമ്പോഴുണ്ടല്ലോ, And when we go there and when we stay there, ഇവിടെയും അങ്ങനെ തന്നിരിക്കുന്നത്. here also we have been നല്ല given, ഒന്നാന്തരം റൂം തരും. അവിടുത്തെ ഏറ്റവും നല്ല റൂം തരും. they give us the best room of the house. ഒരാൾക്ക് കടന്നാൽ മതിയെങ്കിൽ ഒരു 3-4 പേർക്ക് കിടക്കാവുന്ന വീതിയിലും വണ്ണത്തിലുമുള്ള കട്ടില് ബെഡൊക്കെ തരും. Even if only one person has to sleep, they give us a king size bed. ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് ആയിരിക്കും. They'll give the best bed sheet ഏറ്റവും നല്ല പില്ലോ കവറുമായിരിക്കും. and pillow cover and everything is best. എന്നിട്ട് പറയും ഇങ്ങനെ, And after that they will ബ്രദർ say, പൗഡർ ബ്രദറിനുള്ളതാ, and the powder belongs to you. പേസ്റ്റ് ബ്രദറിനുള്ളതാ, Paste is also for you. പിന്നെ ഷാംപൂ ബ്രദറിനുള്ളതാ, Shampoo is also for you. സോപ്പ് ബ്രദറിനുള്ളതാ, The soap is also for you. ടവല് ബ്രദറിനുള്ളതാ. Towel is also for you. ഇതെല്ലാം ബ്രദറിനുള്ളതാ. All of this is for you. ഞായറാഴ്ച വരെയാണ് യോഗം. And you have time, you have the meeting on Sunday. ഞായറാഴ്ചത്തെ യോഗം കഴിഞ്ഞ് മുറിയിലേക്ക് വരും. And after the Sunday meeting, they come to home in the room. എന്റെ പെട്ടി തുറക്കും. And I had to open my suitcase. ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. I did not see it yet. ബ്രദറിനെന്ന് പറഞ്ഞ പേസ്റ്റ് എടുത്ത് വെക്കത്തില്ല. Whatever has been given for you, brother, I don't ടവൽ keep എടുത്ത് it. വെക്കുക. I don't keep the towel. ബെഡ്ഷീറ്റ് മടക്കി വെക്കുക. I don't keep the bed sheet. ചീപ്പ് എടുത്ത് വെക്കുക. I don't keep the comb. പൗഡർ എടുത്ത് വെക്കുക. I don't keep the powder. പെർഫ്യൂം എടുത്ത് വെക്കുക. I don't keep the perfume. ഇതൊന്നും എടുത്ത് വെക്കുക. Nothing of this I keep it. സംശയമുണ്ടെങ്കിൽ ഇപ്പൊ താമസിക്കുന്ന വീട്ടുകാരെ ഞാൻ പോകുമ്പോൾ നോക്കിയാൽ മതി. If you have a doubt to the place that I live in, you can inquire with them today. ഞാൻ പിന്നെ പെട്ടിക്കകത്ത് എന്താ കൊണ്ടുവരുന്നത്? What do I bring in my എന്റെ suitcase? വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എന്റെ ഡ്രസ്, Whatever that I brought from my home. എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവന്നു, Whatever that I brought. അതുമാത്രം പെട്ടിക്കകത്ത് വെച്ച് അടച്ച് അതുമായിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. And all that I belongs to me, I keep it and I go back my home. എനിക്കറിയാം അത് അന്യമായതാണ്. I know that does not belong to ഞാൻ me. കൊണ്ടുവന്നത് എന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. Whatever I bought belongs to me. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. And that's why I'm going back with it. ഇത് തന്നത് എന്തിനാണെന്നറിയാമോ? You know why was it given to 3 me? ദിവസം ഞാൻ ആ വീട്ടിൽ താമസിക്കുമ്പോൾ When I am there for 3 days in that home. തൽക്കാലം ഉപയോഗിക്കാൻ തന്നതാ. Temporarily for to use എന്റെ it is വാത്സല്യ given. സഹോദരീ My സഹോദരന്മാരെ, beloved brothers and എന്നെ sisters, ശ്രദ്ധിക്കുന്ന യുവാക്കളെ, the ones who are listening to me ദൈവം carefully, നമുക്ക് തന്നിരിക്കുന്ന വീട് the house that the Lord has given unto us, തൽക്കാലം ഉപയോഗിക്കാൻ it is തന്നതാ. just given to you ദൈവം temporarily. നൽകിയ പണം The money the Lord has given to തൽക്കാലം you, ഉപയോഗിക്കാൻ it is given to you തന്നതാണ്. temporarily use. നമ്മുടെ കാറുകള് The cars that is തൽക്കാലം ഉപയോഗിക്കാൻ temporary തന്നതാണ്. use. ഇത് അന്യമായതാണ്. This is not belonging to ഇത് ഇവിടെ you. ഇട്ടേച്ചു പോകണം. You shall leave with this and go. സ്വന്തമായതും കൊണ്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. When you go, you shall go with Hallelujah. what you have. Praise to be to Lord. പ്രവൃത്തിയുമായിട്ട് പോകാം. You should go with the words. അതുകൊണ്ട് സമ്പത്തിൽ ഒരു സ്റ്റിവാർഷിപ്പ് നമുക്ക് വേണം. And hence you should have the right stewardship for money. ദൈവം നമ്മെ സഹായിക്കും. May the good Lord help us. ഞാൻ വിശ്വസ്തത വ്യക്തിപരമായ ജീവിതത്തിൽ എന്നുള്ളതിന് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. I want to add one more thing to the faithfulness in personal life. ഞാൻ 2-3 കാര്യങ്ങൾ ഓർത്തു. ഒന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വസ്തത. One thing that we reminded of about the faithfulness in personal life. ആ വിശ്വസ്തത കാര്യവിചാരകത്വത്തിൽ വേണം. And that you should have in the stewardship. രണ്ടാമത് വിശ്വസ്തത വേണ്ടത് നമ്മുടെ സംസാരത്തിലാണ്. And second, you should have faithfulness in your talks.
എൻ്റെ വാത്സല്യ സഹോദരി സഹോദരൻ, My dear brothers and sisters and brothers, നമ്മുടെ സംസാരത്തിൽ വിശ്വസ്തത വേണം. our talks should have faithfulness. നമ്മുടെ സംസാരം വിശ്വസ്തതയുള്ളതാകണമെങ്കിൽ അവിടെയും ഭക്തിയുണ്ട്. And if our talks has to be faithful, there also we need godliness. അവിടെ യാക്കോബിന്റെ ലേഖനം 1:26 വായിക്കുമ്പോൾ James chapter 1 and verse 26. അവിടെ അദ്ദേഹം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. One thing that he is reminding there. എന്താണ്? What does he say there? നാവിന് കടിഞ്ഞാണിടാതെ And without taming your tongue, താൻ ഭക്തി എന്ന് നിരൂപിക്കുന്നവന്റെ ഭക്തി വ്യർത്ഥമത്രേ എന്നാണ്. that which he considers it is useless. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, My dear brothers, നാവിലൂടെ എന്തും പറയാം എന്ന് വിചാരിക്കരുത്. do not think that you can speak anything with your tongue. അതിന് നമുക്ക് മാതൃക നമ്മുടെ കർത്താവാണ്. And our role model for that is our 2 Lord. കൊരിന്ത്യർ 1:19 വായിക്കുമ്പോൾ At 2 Corinthians chapter 1 verse 19, when we അവിടെ സംസാരത്തിൽ കർത്താവ് എത്രമാത്രം വിശ്വസ്തനായിരുന്നുവെന്ന് കാണാൻ കഴിയും. there we read how much faithful was our Lord in his talk. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തു ഒരിക്കൽ ഉവെന്നും ഒരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. And it says that the Son of God was once yes and no, ഉവെന്നു തന്നെയായിരുന്നു. but he said in him he was yes. എങ്ങനെയുണ്ട് നമ്മുടെ സംസാരം? How is our talks? ഒന്ന് ചിന്തിക്കുക പ്രിയപ്പെട്ട. Let's just think about it. അതുപോലെ 1 പത്രോസ് 2:22 കർത്താവിനെ കുറിച്ച് പറയുന്നത്, And 1 Peter chapter 2 and verse 20 it reads അവന്റെ about വായിൽ വഞ്ചനയൊന്നുമില്ല. there was no deceit or guile found in his mouth. എന്താ നമ്മുടെ നാവും നമ്മുടെ സംസാരവും എങ്ങനെയുണ്ട്? How is our tongue and how is our talks? ഇവിടെ ബ്രദർ ജെർമി യെരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചു. Brother Jeremy read out from the book of Jeremiah. യെരമ്യാ 18:8. And Jeremiah 18 verse 18. വരുവീൻ നമുക്ക് യെരമ്യാവിനെ കേൾക്കുക, നാവ് കൊണ്ട് കൊന്നു കളയാം. It says, come let us now kill Jeremiah by our tongues. നമ്മൾ എത്ര പേരെ കൊന്നു? How many people have we killed? നാവ് കൊണ്ട് കൊന്നു. We killed with our tongues, our talks. ചിലര് അവരുടെ ഭാര്യയെ ദിവസവും നാവ് കൊണ്ട് കൊന്നു. And many people kill their wives with their talks every day. അവരെന്നാ എന്നിട്ട് പറയുന്നറിയാമോ? What all they say about them. നിങ്ങൾ വേണേൽ എനിക്കിട്ട് 2 തല്ല് തല്ലേ. And they say, if you want, you can beat me up. ഇങ്ങനത്തെ സംസാരം എന്നോട്. But just stop talking in this manner. അങ്ങനെ പറയുന്ന മിടുക്കന്മാർ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. I think there are smart people like that sitting here. നാവ് കൊണ്ട് ഭാര്യയെ കൊല്ലരുത്. Do not kill your wife with your tongues and talk. ഭർത്താവിനെ കൊല്ലരുത്. Do not kill your husband with your talks. മക്കളെ കൊല്ലരുത്. Don't kill your children. നാവ് കൊണ്ട് സഹവിശുദ്ധന്മാരെ കൊല്ലരുത്. Do not kill your believers with your tongue and talks. നമ്മുടെ സംസാരത്തിൽ വിശ്വസ്തതയുണ്ടായിരിക്കണം. Our talks has to have that faithfulness. എഫേസ്യ ലേഖനം 4:29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ Ephesians chapter 4 verses 29 and 30 as we read it. അവിടെ പൗലോസ് എന്താ പറയുന്നത്? What does Apostle Paul say there? കേൾക്കുന്നവർക്ക് വേണ്ടും പോലെ കൃപ ലഭിക്കേണ്ടതിന് ആവുന്നതല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. So that you should be having a graceful talk, you should not talk anything which is not to be. മറ്റുള്ളവരുടെ കൃപ നഷ്ടപ്പെടുത്തുന്നതൊന്നും നമ്മളിൽ ഉണ്ടാകരുത്. There should not be anything else that makes other person lose that നമ്മുടെ grace. സംസാരത്തിൽ വാക്കുകളിൽ വിശ്വസ്തത വേണം. Our talks and our words should have that faithfulness. എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം പറഞ്ഞാൽ അതൊരു ബൂസ്റ്റിംഗ് ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. If I were to say something is coming to my mind, I'm afraid it will come to as a boast. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയല്ലെന്ന് ഞാൻ കരുതുന്നു. I'm just thinking that you will not think in that manner. ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. I want to just say that to you like this. പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കണം. Please take it in a positive manner. എൻ്റെ വീട്ടിലെ കാര്യമാണ്. It is in my family's now. കാലങ്ങൾക്ക് മുമ്പ് And sometimes back, 3-4 സഹോദരന്മാർ എൻ്റെ വീട്ടിൽ വന്നു. 3 or 4 brethren came to my house. വേറൊരു സഹോദരനെ കുറിച്ച് എന്നോട് പറയാൻ വന്നതാണ്. They came to talk about another brother to my house. എനിക്ക് ആ സഹോദരനെ നന്നായിട്ട് അറിയുകയും ചെയ്യും. And of the brother of they came to talk, I know him very ഞാൻ well. പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലൊന്നും അല്ല. And I told to this brother, he is not like this as you say. അദ്ദേഹം അങ്ങനൊന്നും അല്ല. He is not the way that you are projecting him. അദ്ദേഹത്തിന്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു. I told about all the positive sides to him. ഇവർ 2 പ്രാവശ്യം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. They asked me same question twice.
ബ്രദർ പറഞ്ഞത് ശരിയാണോ ബ്രദറെ? Are you saying the right thing, brother? ഞാൻ പറഞ്ഞു ആന്നു. And I said to them, yes. വീണ്ടും ചോദിക്കുകയാണ്. Then they asked again, ബ്രദറെ ശരിയാണോ ബ്രദർ പറഞ്ഞത്? brother, are you saying the right thing? അത് ഞാൻ പറഞ്ഞത് ശരിയാ. And I said to them, yes, I said the right ഇത് thing. കേട്ടോണ്ട് എൻ്റെ ഭാര്യ അടുക്കളയിൽ നിൽക്കുക. And my wife is listening to what I'm saying, and she said, സാധാരണയായിട്ട് ആരെങ്കിലും വന്നാൽ എനിക്ക് മുമ്പേ അവൾ പ്രത്യക്ഷപ്പെടാറില്ല. and normally when somebody comes before me, no, she doesn't come out. ഇത് കേട്ടപ്പോൾ അവൾ പതുക്കെ അടുക്കളയിൽ നിന്ന് വന്നു. And after hearing what I said, she came out from ഈ kitchen. സഹോദരന്മാരോട് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു. And she happened to say this to this brother and about the other brother. എൻ്റെ സഹോദരന്മാരെ, ഇദ്ദേഹത്തോട് നിങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് 2 പ്രാവശ്യം ചോദിച്ചു. നിങ്ങൾ അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ തന്നെയാണെങ്കിലേ അദ്ദേഹം അത് പറയത്തുള്ളൂ. Oh brother, you do not need to ask him, is it like that, is it like that? If it is only like that, will he say it is like it? എല്ലാവരും ബോഷ്കനാന്ന് പറഞ്ഞാലും ഈ ഒറ്റ സാക്ഷ്യം പോരെ ഇത്. Even if others say boastful, is this not one testament enough? നമ്മുടെ ഭവനത്തിൽ നമ്മളെ കുറിച്ച് പറയണം. അത് Our family should say about us. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം. Our children should say about ഭർത്താവ് us. ഭാര്യയെ കുറിച്ച് പറയണം. ഭാര്യ ഭർത്താവിനെ കുറിച്ച് Husband പറയണം. and wife both should say about each other. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. That is the greatest testament. അങ്ങേരു ശരിയായതേ പറയത്തുള്ളൂ. Oh, he will only say what is the right നമ്മളിൽ thing. എത്ര പേരെ കുറിച്ച് അത് പറയാൻ How കഴിയും? many of us will be able to have that kind of a എന്റെ testament? വാത്സല്യ സഹോദരങ്ങളെ, വിശ്വസ്തത നമ്മുടെ സംസാരത്തിലുണ്ടായി. My dear brethren, beloved brethren, we should have faithfulness in our talks. ഇനിയും എനിക്ക് തന്നിരിക്കുന്ന അടുത്ത വിഷയം വിശ്വസ്തത കുടുംബജീവിതത്തിൽ. And the second topic given unto me is the faithfulness in family life. അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. I do not know what to do with that. ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. I'm just closing it here. എന്താ അവസാനിപ്പിക്കട്ടെ? Shall I? ചില അപകടം പിടിച്ചതായത്. It is inviting a lot of trouble. ചിലപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങാതെയും വരും. And that you might not sleep tonight. അപ്പോൾ ഇത് പറയണോ? ഒരു 10 മിനിറ്റ് എടുക്കട്ടോ? Shall I take 10 ഓക്കെ, minutes? തലകുലുക്കി. ഓക്കെ, ഇവിടെ Shake. തന്നെയല്ല, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. And not this, I just want to say ദൈവം another thing. നിങ്ങൾക്ക് നല്ല വിശപ്പ് തരണം, എപ്പോഴും തരട്ടെ. God should give you a good hunger and കാരണം always you അതുപോലെ should. 4 മണിക്ക് നന്നായിട്ട് അടിക്കുന്ന കണ്ട് ഞാൻ. You had a good snack at 4 o'clock. ഞങ്ങളുടെ മണർകാട് ചന്തയിൽ കൊണ്ട് ചെന്ന മത്തി കുടഞ്ഞിടുന്നത് പോലെ ബോണ്ട കുടഞ്ഞു. അതൊക്കെ നന്നായി കഴിച്ചു. ഇപ്പം നമ്മൾ ബലപ്പെട്ടിരിക്കുക. അപ്പം അതൊക്കെ ഒന്ന് ദഹിക്കട്ടെ, ഒരു 10-15 മിനിറ്റും കൂടെ, അത്രയേ ഉള്ളൂ. Another 10-15 minutes, whatever you had should digest. വിശ്വസ്തത കുടുംബജീവിതത്തിൽ Faithfulness in family life. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വരാറ്. We are coming to a very, very critical topic. സദൃശ്യവാക്യങ്ങൾ 11:29 നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. Proverbs chapter 11 verse 29. സ്വന്തം ഭവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായു അത്രേ എന്നാണ്. It says that the one who troubles his own home will inherit wind. എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഭാര്യ ഭർത്താക്കന്മാരെ, സ്വന്തം ഭവനത്തെ നമ്മൾ വലയ്ക്കരുത്. My dear own brothers and sisters, the one who has family, we should not pull one hand. സ്വന്തം ഭവനത്തെയും ജനത്തെയും വലച്ച ഒരാളിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്ക് പറയായുടെ പേര്? The one who troubled both his house and his neighborhood in the Old Testament. Can you name the person? അയാളുടെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞു, നീ വലച്ചെന്ന് പറഞ്ഞു. ലോത്തിനെ കുറിച്ച് പറഞ്ഞില്ല. നീതിമാനായി വലഞ്ഞുപോയ ലോത്തൊന്നുണ്ട്. അതിനെ പരിശുദ്ധാത്മാവ് എഴുതി. ഇത് നേരെ നോക്കി ഇവൻ്റെ മുഖത്ത് വെച്ച് പറഞ്ഞു. ആരെയാന്ന് പറയാം? 25 മാർക്ക്. വേറെ ഇനി ഞാൻ തന്നെ മാർക്ക് വാങ്ങിക്കാൻ പോകും. എന്താ അവൻ്റെ പേര് പറ? ആഖാൻ. 100 മാർക്ക് തരാം. അവന്റെ പേര് ആഖാൻ എന്നാണ്. His name is Achan. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 25-ാം വാക്യം. Joshua chapter 7 verse 25. യോശുവ അവനോട് പറയുകയാണ്, നീ ഞങ്ങളെ വലച്ചത് എന്തിനെ? Joshua is asking that question, why did you trouble us? യഹോവ നിന്നെയും വലയ്ക്കും.
And that God will പേടിക്കണം. trouble you. പേടിക്കണം നമ്മൾ. We should be fearful. സ്വന്തം കുടുംബത്തെ വലയ്ക്കുന്നവനെ യഹോവ വലയ്ക്കും. The one who troubles his own family, God will trouble him. നമ്മുടെ കുടുംബം വലയാനുള്ളതല്ല കേട്ടോ. Our family should not go through the trouble. നീതിമാന്റെ കൂടാരത്തിൽ നിന്ന് ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ധ്വനികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുമെന്ന്. And that there should be the sound of the trumpet from the righteous ആ person's house. കുടുംബജീവിതത്തിൽ വിശ്വസ്തത പുലർത്തണമെന്നേ. And that we should have faithfulness in our family lives. 101 സങ്കീർത്തനം 2 വാക്യത്തിൽ പറയുന്നത് കേൾക്കുക. ചിലപ്പോൾ ഇത് നേരത്തെ വായിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അടിയിലൊക്കെ 2-3 വര കൊടുത്താലും കുഴപ്പമില്ല. Psalm 101 verses 2. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാന് എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ പെരുമാറും. Read like this: I will behave wisely in the perfect way. Oh, when you will come, I will walk within my own house with a perfect heart. ചെറുപ്പക്കാരായ ഭാര്യ ഭർത്താക്കന്മാരോടും പ്രായം ചെന്ന ഭാര്യ ഭർത്താക്കന്മാരോടും പറയട്ടെ, ഇത് നമ്മുടെ ഹൃദയത്തിൽ കോറിയിട്ടുകൊള്ളണം. എഴുതിയിരിക്കുന്നത് എന്താ? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. Oh, dear brothers and sisters, bold, old and young, that ye should underline this word and observe this in our നമ്മുടെ life. വീടിനകത്തെ ജീവിതം ട്രാൻസ്പെയറന്റ് ആയിരിക്കണം. Our life in our own homes has to be അത് transparent. സുതാര്യമായിരിക്കണം. It should be transparent. ഭാര്യ അറിയാത്ത ഒരു രഹസ്യവും ഭർത്താവിൽ കാണാൻ പാടില്ല. There should not be any secret apart, without your wife. ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യവും ഭാര്യയിൽ ഉണ്ടാകാൻ പാടില്ല. There should not be a secret that a wife should have without the husband. ഈ കുടുംബത്തെ നശിപ്പിക്കുന്നത് പിശാച. And the Satan is destroying the family. സഭയെ നശിപ്പിക്കുന്നതും പിശാച. And the destructor of the family also. ദൈവത്തിന്റെ 2 സ്ഥാപനമാണ് കുടുംബവും സഭയും. That the 2 institutions by God is the family and the church. ഈ 2 സ്ഥാപനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നതും തകർക്കുന്നതും പിശാചാണ്. And both of these institutions are being tried to be destroyed by Satan. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 11:3 പറയുന്നു, സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ. And that's why in the book of Corinthians it says how it deceived, serpent deceived Eve. പിശാച് സർപ്പം പോലെ കുടുംബത്തിൽ വന്നെന്ന്. And they say the serpent has come into your home. മനസ്സിലാകുന്നില്ലേ? I hope you understood it. മനസ്സിലാകുന്ന പോലെ ഇരിപ്പ് കണ്ടിട്ട്. I think you are understanding the way that you're sitting. സർപ്പമായിട്ട് പിശാച് കുടുംബത്തിൽ വന്നു. Satan is coming through as a serpent. ഇന്ന് ഇന്റർനെറ്റായി പിശാച് കുടുംബത്തിൽ വരും. He will come through as an internet into your home. ആപ്പായി വരുന്നു. It's coming like an app. എല്ലാം ഒരു ആപ്പാ. All is an app. ആണെന്നേ. It is. It's a trap. ആണെന്ന്. It is. നമ്പരൊക്കെ പലരുടെയും ഉണ്ട്. Many have numbers. തങ്കമ്മയുടെ തങ്കച്ചൻ അങ്ങ് എഴുതി വെക്കും. Tangamma is named as Tangachan. ചിരിക്കണ്ടെന്നേ. Don't laugh. അപ്പം നുറുക്കുന്നത് കണ്ട എല്ലാവരും ഒന്നും ആത്മീയരല്ലെന്നേ. All those who are partaking from the table are not spiritual. പ്രസംഗിക്കുന്നത് കണ്ടിട്ട് എല്ലാം ആത്മീയമാണെന്ന് ചിന്തിക്കരുത്. Don't think that one who preaches is അയ്യോ, spiritual. ഒരുപാട് വ്യാജമുണ്ട്. Oh, there is a lot of hypocrisy. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറും. That I will walk in my own household with that perfectness of എന്റെ heart. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുൻപിൽ, Oh, dear children, as you are in front of, സഹോദരന്മാരെ ഭാര്യയുടെയും മക്കളുടെയും മുൻപിൽ, oh brothers, that you are in front of, സഹോദരിമാരെ ഭർത്താവിന്റെയും മക്കളുടെയും മുൻപിൽ, oh wives, that you handle how you handle before your brothers and sisters. ഒരു നേരുള്ള ഹൃദയത്തോടുകൂടെ പെരുമാറാൻ ഇടവരണം. And that you should be able to handle your life with that perfectness of heart. അവിടെ വിശ്വസ്തത വെളിപ്പെടേണ്ടത് ആവശ്യം. It is important that faithfulness should be revealed through that. ഞാൻ ഒരു 2-3 കാര്യം പറഞ്ഞ് നിശ്ചയമായും അവസാനിപ്പിച്ചുകൊള്ളാം. And 2-3 more things, then I shall surely stop. ഒരു കുടുംബമായാൽ If you have a family, അവിടെ പലരാണുള്ളത്. there are many different people. മാതാപിതാക്കളുണ്ട്, Father and mother, അവരുടെ മക്കളായ ഭാര്യയും ഭർത്താവും ഭാര്യയുമുണ്ട്. and there is husband and wife, there's children, അവരുടെയും മക്കളുണ്ട്. and they have their own children as well. ഇതൊന്നും ആരും പറഞ്ഞു തരാതെ വിവരത്തോടുകൂടെ ഇടപെടണം. And you don't have to be taught about it, you should be able to handle it that way. മാതാപിതാക്കളോട് ഇടപെടേണ്ട കാര്യം ഞാൻ രൂത്തിൽ നിന്നൊന്ന് പറയാൻ പോവുകയാണ്. And how you should
behave with your parents to you. രൂത്തിന്റെ That's it. പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ Book of Ruth chapter 2, we read like this. രൂത്ത് തന്റെ അമ്മാവി അമ്മയോടുകൂടെ പാർത്തു എന്നാണ് വായിക്കുന്നത്. There we see that Ruth was residing with her mother-in-law. ഇവര് തമ്മിൽ പാർക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. Both of them residing together did not have any problems. ഇത് പറയുമ്പോൾ ആരും ഉറങ്ങരുത്. When I say this, don't sleep. ഈ അമ്മാവി അമ്മയോടുകൂടെ മരുമകൾക്ക് താമസിക്കാൻ പാർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. The mother-in-law had no problem having the sister-in-law at home. നിങ്ങൾ കേൾക്കണം, അവള് അമ്മാവി അമ്മയെ നോക്കിയിട്ട് എന്താ പറഞ്ഞത്? And what did she look unto her mother-in-law and say? നിന്റെ ദൈവം എന്റെ ദൈവം, Your God is my God. നിന്റെ ജനം എന്റെ ജനം. Your people are my people. തീരുമാനമെടുത്ത മോവാബിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. And that is the decision that she took in Moab and come here. ഇന്ന് അമ്മാവി അമ്മയോട് പാർക്കാൻ വലിയ പാടാ. Today we are not able to reside with our mother-in-law. നല്ല ഒന്നാന്തരം വീടിരിക്കെ ചെയ്ത് അമ്മാവി അമ്മയോടും അമ്മാവി അപ്പനോടും കൂടെ പാർക്കാൻ ബുദ്ധിമുട്ടായിട്ട് വേറെ വീട് വെക്കും. And today we can't reside with them together and we want to build another home. അല്ലെങ്കിൽ അവിടെ ജോലി ഉള്ളിടത്തുനിന്ന് റിസൈൻ ചെയ്തേച്ച് ഇവരുടെ കണ്ണും വെട്ടത്തുനിന്ന് എങ്ങോട്ടേലും പോകും. And if that is the case, they will resign the job where they have and they go to another place where it is not there. മനസ്സിലായിരുന്നുണ്ട്? I hope you understand. ചിരിയൊക്കെ അങ്ങ് പോയി, All the laughter is gone. സന്തോഷമൊക്കെ അങ്ങ് പോയി. Joy is gone. അമ്മാവി അമ്മയോടുകൂടെ പാർക്കുക. Oh, the living together with the mother-in-law. ഇവനെ പട്ടിണി കടന്ന വളർത്തിയത് കേട്ടോ. Oh, we starved to bring him up. അവനെ കഷ്ടപ്പെട്ടാ പഠിപ്പിച്ചത്. Oh, we have labored too much to bring അവന് him up. വേണ്ടി ഒരുപാട് കണ്ണുനീരൊഴുക്കിയിട്ടുള്ളത്. We have shedded lot of tears for him. എൻ്റെ കുഞ്ഞെ, നീ അവൻ്റെ അടുക്കലേക്ക് വന്നു കഴിയുമ്പോൾ Oh, when you come to him, അവൻ്റെ അപ്പൻ നിന്റെ അപ്പനാ, his father is your അവൻ്റെ father. അമ്മ നിന്റെ അമ്മയാ, His mother is your mother. അവൻ്റെ സഹോദരി നിന്റെ സഹോദരി, His sister is അവൻ്റെ your sister. സഹോദരൻ നിന്റെ സഹോദരൻ. His brother is your brother. വന്നു കഴിയുമ്പോൾ When you come, സഹോദരങ്ങളെയും വെറുപ്പിച്ച് അപ്പനെയും അമ്മയും വെറുപ്പിച്ച് ജീവിച്ചാൽ നിനക്ക് നന്നാകുകയല്ലെന്ന് ശപിക്കുകയല്ല, പ്രബോധനം പറയുക. I am not cursing you. If you do anything which is going to be against with them, you will not have that blessing. അപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യം മനസ്സിൽ പറഞ്ഞത് ഞാൻ കേട്ടു. I just heard of what you said in your mind. അമ്മാവി അമ്മ ശരിയല്ലേ, എന്നെ ചെയ്യും? If the mother-in-law is not right, what shall I do? അമ്മാവി അമ്മ ശരിയായിരിക്കണം. The mother-in-law has to be right as well. രൂത്തിന്റെ പുസ്തകം 3:1 വായിക്കുമ്പോൾ When you read Ruth chapter 3 verse 1, ഈ നവോമി രൂത്തിനോട് പറയുന്നത് എന്നാന്നറിയാമോ? what is Naomi saying to Ruth? നിങ്ങൾ കേട്ടോണം. You just see, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് my daughter, that I seek good for you. ഇവിടെ അമ്മാവി അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കേട്ടോണേ. Mother-in-laws, if you're there, please listen to this. 3-4 മാസത്തേക്ക് വന്നതായിരിക്കും, കുഴപ്പമുണ്ടാക്കി വെച്ച് വീട്ടിലോട്ട് പോകരുത്. You might have come only for 3 or 4 months. Don't create any problems and go back. മരുമകൾ നന്നായിരിക്കണമെന്നൊരു കാഴ്ചപ്പാട് ഈ അമ്മമാർക്കുണ്ടായിരിക്കണം. You should have that right perspective that your sister-in-law or your daughter-in-law should be all well. സ്വന്തം മകള്, Your own daughter, പ്രസവിച്ച മകളുണ്ടല്ലോ, you have the one whom you gave birth to. അവക്കൊരു 65 കിലോ തൂക്കമുണ്ട്, She has 65 kilos. നല്ല വണ്ണവുമുണ്ട്. She is well to do. അവള് കേറി വരുമ്പോൾ അമ്മ ആദ്യം പറയുന്നത് എന്നാന്നറിയാമോ? When she actually comes home, what does the mother say in the first? മോളെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയ, Oh, you have become so slim, or you lean down. 10 ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി. You just stay in home for 10 days. അവിടെ ഒരു മരുമോളുണ്ട്. And there in her home she has a അവള് daughter-in-law. പണിത് മടുത്ത് ഈർക്കിലിയുടെ അറ്റത്ത് വെള്ളയ്ക്കാ കുത്തി വെച്ചിരിക്കുന്ന പോലെ അവള് നിൽക്കും. And she has labored so hard and become so thin. അവളെ കുറിച്ച് ഒരു ഭാരവും ഇല്ല. And about her, she doesn't have any burden or any pain. ഇതാണോ കുടുംബജീവിതം? Is this the family life? അങ്ങോട്ടും ഇങ്ങോട്ടും നേരുള്ള ഒരു ഹൃദയത്തോടുകൂടെ ജീവിക്കേണ്ടത്. And you should be able to have that transparent and transverse heart, a perfect heart, the way that it should be. ഭർത്താവിനെയും ഭാര്യയും കുറിച്ച് എല്ലാവരും ഇപ്പൊ എഫേസ്യ ലേഖനത്തിൽ ചെയ്യുന്ന പ്രസംഗം കേട്ട് മടുത്തിരിക്കുക. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നു പോലുമില്ല. All about husband and wife, Ephesians, have been hearing about it time and again, not going to that ഈ anymore. ഭർത്താക്കന്മാരെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. Husbands, you should remember one thing. എവിടെയോ ജനിച്ചു വളർന്ന പെണ്ണ് You should know that she has born and brought up with ഏതോ some different- മാതാപിതാക്കൾക്ക് ജനിച്ചു.
ജനിച്ചത്. She has come from a different background. ഒരു സുപ്രഭാതത്തിൽ അവളെ അണിയിച്ചൊരുക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. And at one occasion she has been dressed up and brought in front of നിനക്ക് you. ഇവളെ സ്വീകരിക്കാൻ സമ്മതമാണെന്ന് പരസ്യമായും വ്യക്തമായും പറയണം. And if you are able to receive her, you should be able to publicly declare it. കേൾക്കാത്ത താമസം ഉപദേശിയുടെ ഇന്ന് മൈക്ക് വാങ്ങിച്ചിട്ടാവും പറയുന്നത് എനിക്ക് സമ്മതമാണെന്ന്. And just wanting to hear that, it holds off the mic from the evangelist and says, yes, I will. അങ്ങനെ നിന്റെ കയ്യിലേക്ക് തന്നു. And then that's how she's been given to you. എന്തിനാ തന്നത്? Why is she being given to you? നീ അവൾക്കൊരു വിശ്രാമ സ്ഥാനമായിരിക്കണം. That you should be a resting place unto her. ഒറ്റ വാക്യം തന്നെ ഞാൻ പറയട്ടെ. Let me give you in one നിങ്ങൾ word. ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരണം. You should come back to 1 Samuel. അവിടെ എൽക്കാനയ്ക്ക് 2 ഭാര്യയുണ്ട്. ഇപ്പൊ പാടില്ല. Elkanah has 2 wives there. ഒരുത്തിക്ക് മക്കളുണ്ട്, ഒരുത്തിക്ക് മക്കളില്ല. One has the children, another doesn't ഹന്ന have. എന്നും കരച്ചില്ല. Hannah is crying always. ഇന്നത്തെ ഭർത്താക്കന്മാരാണ് എന്നാ പറയും? നിങ്ങൾ പറ. And if today's husbands, what will they respond to? എപ്പോ നോക്കിയാലും നീ ഇരുന്ന് മൂങ്ങുകയാണല്ലോ എന്ന് പറയും. Oh, you're just crying all the time. നിന്റെ ആരാണ്ട് ഇവിടെ ചത്തുപോയോ എന്നൊക്കെ ചോദിച്ചു കളയും. They might even ask you, has somebody died in this house? ഈ ആമ്പർന്നോമാര് മോശമല്ലെന്നേ. Oh, this males are not definitely ഒരു that. മനസാക്ഷി ഇല്ലാത്ത കുറെ എണ്ണമുണ്ട്. There are some people who talk rubbish. എൽക്കാനെ എന്നാ പറയുന്നറിയാം? What does Elkanah say? ഹന്നെ, Hannah, നീ എന്നീ കരയുന്നേ? why are you crying? മക്കളില്ലാഞ്ഞിട്ടാണോ? Is it because you don't have എടി, children? ഞാൻ നിനക്ക് 10 അടിവരെ ഇടണേ ആ വാക്യത്തിന്റെ. ഇവരോടാ ഞാൻ നിനക്ക് 10 മക്കളെക്കാൾ ഉത്തമനല്ലയോ? Am I not better than 10 sons unto you? അവളുടെ കരച്ചിൽ കണ്ടിട്ട് പറയുക, നീ എന്തിനാ കരയുന്നേ? Looking at her tears, Elkanah is ഞാൻ saying to നിനക്ക് her, 10 മക്കളെക്കാൾ ഉത്തമനല്ലയോ? am I not better than 10 sons or children unto you? ഇതാണ് കുടുംബജീവിതം. This is family life. മനസ്സിലായോ? ഇതാണ് കുടുംബജീവിതം. This is family life. കർത്താവ് സഹായിക്കട്ടെ. May the good Lord help us. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്, അതെല്ലാം ഒന്ന് സംസാരിക്കാൻ ഞാൻ There are ആഗ്രഹിക്കുന്നു. many thoughts that is coming to mind. Don't have time for that. ഭർത്താക്കന്മാർ വളരെ വിവേകത്തോടുകൂടെ വേണം ഭാര്യമാരോട് ഇടപെടാൻ. The husbands have to be doing this very carefully with their wives. ഇയ്യോബിന്റെ പുസ്തകം നാം വായിച്ചാൽ അറിയാം. When you read through book of Job, you come to 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ അറിയാം. ഞാൻ പുസ്തകം മടക്കുക. Job chapter 2 and verse 10. അവിടെ There ഈ യോബ് എല്ലാം നശിച്ചിട്ട് വെണ്ണീറിലിരിക്കുക. and then he is lost everything and he is in dust. ഓട്ടുകഷണം എടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. And that he is scratching off his boils. അപ്പോൾ ഭാര്യ വന്നിട്ട് പറയുക, And then wife is coming and saying to ഇനിയും Job, നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നോ? do you hold your integrity നീ so fast? ദൈവത്തെ ത്യജിച്ചേച്ചു പോയി ചാകാൻ പറഞ്ഞു. Curse God and die. നമ്മളാണ് എന്നെ പറയാം, പുരുഷന്മാർ പറയും നമ്മളാണ് എന്നെ. What do we do if we were to be in നമുക്കങ്ങനെ that place? വരാതിരിക്കട്ടെ. എല്ലാം നഷ്ടപ്പെട്ടെന്ന് ഓർക്കണം. മക്കൾ പോയി, സമ്പത്ത് പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ശരീരം മുഴുവൻ പുണ്ണ് വെണ്ണീറിലിരിക്കുക, ഇതെടുത്ത് ചുരണ്ടിക്കൊണ്ട് ഇരിക്കുക. നമ്മളോട് വന്നിട്ട് ഈ ഭാര്യ, നിങ്ങളുടെ ആരുടെയും ഭാര്യ വന്നിട്ട് പറയുക തൻ്റെ ഭക്തി മുറുകെ പിടിക്കാതെ പോയി ചാകാൻ പറഞ്ഞെന്നെങ്കിൽ നമ്മൾ എന്നെ ചെയ്തേനെ. Look into the state of Job. He lost everything. He is in absolute desolate. If our wives, if we in that situation, let that not happen to us. But if that is the state and the wife comes and says to that, what will your response be? വയ്യെന്നുണ്ടെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ വിളിക്കും, നീ ഇവിടം വരെ ഒന്ന് വരാൻ പറയും. And even if our state is not right, we will utter those verses there. എഴുന്നേക്കാൻ വയ്യല്ലോ, ഇരിക്കുക. You can't get up. കുഞ്ഞിങ്ങോട്ട് വന്നാട്ടെന്ന്. He says, come here. അതിപ്പോ ഞാൻ അങ്ങോട്ട് എന്തിനാ വരുന്നത്? And the wife says, why should I അല്ല, come? നിന്നോടൊരു കാര്യം പറയാം. I just want to say something to you. ഇങ്ങോട്ട് വരുമ്പോ When he comes here, പുണ്ണു പിടിച്ച കൈയാണേലും even if his hands is full of boils, ഉള്ള ആരോഗ്യത്തിന് ആ കർണത്തിട്ട് 2 കൊടുക്കും. and with all the strength he has, he will give 1 slap to her face. പക്ഷെ ഇയാൾ എന്താ പറഞ്ഞത്? What did he say there? പറ. What did he say? അത് വായിച്ചിട്ടില്ല, ഈയിടെയെങ്കിലും വായിച്ചിട്ടില്ല. ഇയാൾ എന്താ പറഞ്ഞേ? What did he say? പറ. പൊട്ടിയെ പോലൊന്നുണ്ടോ? പൊട്ടിയെ പോലെ സംസാരിക്കുന്നുണ്ടോ? ഒക്കെ അർത്ഥമുണ്ടെന്നേ. നിർത്താൻ പോവാ. നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് എന്തിനാ നിർത്തുക, കുറച്ചുകൂടെ പോട്ടെ. ഇല്ല, ഞാൻ നിർത്താം. പൊട്ടിയെ പോലെ സംസാരിക്കുന്നല്ല, പൊട്ടി, ഒരു പൊട്ടി. അത് നീയല്ല, ഒരു പൊട്ടി എന്നാ പറഞ്ഞ. അതേതോ ഒരു പൊട്ടി, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ എന്ത് ചെയ്യുന്നു? അവളെ പൊട്ടിന്ന് വിളിച്ചില്ല. He is not calling her foolish. He says, you speak as one of the foolish. Some person foolish, but she's just making that reference so specifically. ഇന്ന് പൊട്ടിന്നും വിളിക്കും,
today you call foolish, പായയുടെ പുള്ളിയും മാറ്റും ദീർഘവും മാറ്റിയേച്ച് ബാക്കി വിളിക്കും. അത് വേണ്ട, അത് വീട്ടിൽ ചെന്ന് ചിന്തിച്ചാൽ മതി. no translation for this. പറയുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ എങ്ങനെയാ സംബോധന ചെയ്യുന്നത്? Dear brethren, husbands, how do you call out your wives? വിവേകത്തോടുകൂടെ ഇടപെടണം. You should do that with that diligence. ദൈവം സഹായിക്കും. May the good Lord help us. അതാണ് കുടുംബജീവിതം. That is family life. ഇതൊക്കെ സാധിക്കണമെങ്കിൽ ഒരു കാര്യവും കൂടെ, ഇയാൾ കുറേ നേരമായി ഒരു കാര്യം, എന്നാൽ ഈ ഒരു കാര്യം കൂടെ പറയുകയാണ്. If you were to do this, there is one thing that you need. ഇതെല്ലാം വേണമെങ്കിൽ വീട്ടിൽ കുടുംബാരാധന വേണമെന്നേ. And if you want to have this, you should have a family worship time. കുടുംബാരാധനയില്ല. You don't have the family worship time. അവിടെ വാക്യബോർഡുണ്ട്. ഞാൻ പരദേശിയായി പാർക്കുന്ന എൻ്റെ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനം അത് ഭിത്തിക്കകത്തേ ഉള്ളൂ, നമ്മളിലില്ല. All those things are there on the walls. കുടുംബ പ്രാർത്ഥനയുള്ള എത്ര വീടുകൾ ഇവിടെ? How many families are there which has a family prayer time? ഞാനൊരു കാര്യം പറയട്ടെ. Let me tell you one thing. 1981 ജനുവരി മാസം 21 ഞങ്ങളുടെ കല്യാണം നടന്നത്. In 1981 January 21 is when we got married. അന്നു മുതൽ ഇന്ന് വരെ, from then till today, ഞാനുണ്ട് വീട്ടിലുണ്ടേലും ഇല്ലേലും, even if I am at home or not, 7:30 ആകുമ്പോൾ അവിടെ പുൽപ്പാവിരിക്കും. And at 7 o'clock there is that mat laid out. ഉറക്കെ 2 പാട്ട് പാടി, and that you shout out, എല്ലാവരും വേദപുസ്തകം വായിച്ച്, that everyone reads, പ്രാർത്ഥിച്ച്, after praying. നിങ്ങളുടെ വീട്ടിൽ എത്ര വീട്ടിലുണ്ട്? How many of the households have that? അതുകൊണ്ടാണ് ഇത് പറയാൻ പ്രാഗൽഭ്യമുള്ളത്. That's why I'm saying be able to say this to you. ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ, മാറി മാറി വീടുകളിൽ താമസിക്കുമെന്ന്, അതുകൂടെ പറഞ്ഞ് നിർത്തുക, ഇനി മുന്നോട്ട് പോകത്തില്ല. And that's why I was saying that we reside in different homes when we go for ministry. ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഈ താമസിക്കുന്ന വീട്ടിൽ വരുമ്പം, after all the ministry, when we come back to this ആഹാരം എന്താന്ന് വെച്ചാൽ അത് തരും, ഞങ്ങൾ കഴിക്കും. and whatever is the food prepared, they given to us and we go. കഴിച്ചേച്ച് ഈ ഗ്രഹനാഥം പറയുന്നത് എന്നാന്നറിയാമോ? After having the food, what is the person says? ബ്രദർ മുറി പോയി ബ്രദർ പ്രാർത്ഥിച്ചേച്ച് കടന്നു. And he says, brother, you can go to your room, have your prayer and you go to sleep. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങളോ? And I asked, what about you? അത് നാളത്തെ കുറെ കാര്യങ്ങൾ ഇന്നേ ചെയ്തു വെക്കാനുണ്ട്, ഞങ്ങൾ ഒടുവിൽ പ്രാർത്ഥിച്ച് കടന്നോളാന്ന് പറയും. And he says, the person of the home says, there are a lot of things for us to do. After everything is done, we'll pray and we'll go. നമ്മൾ വർഷം കുറെ ആയി ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. We've been seeing it for years. അപ്പം ഞാൻ പറയും, വേണ്ട, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ചേച്ച് അവരവരുടെ കാര്യം നോക്കിക്കോളാൻ പറയും. And then I say, let's come together, pray, and then you can take care of. അപ്പോൾ ഈ ഗ്രഹനാഥൻ പറയും, എടാ പായിടടാ, നമുക്ക് പ്രാർത്ഥിക്കാന്ന്. And then the head of the family says, lay out that and we will have the prayer time. ചെറുക്കൻ കൊണ്ടുവന്ന് കുടഞ്ഞ് പായിടുമ്പോഴേ തുമ്മല് തുടങ്ങും. And when he brings in the mat, they start sneezing. അത് എടുത്തു വെച്ചിട്ട് എത്രയോ കാലമായി, അത് നൂർക്കുന്നില്ല. And that mat has been left like that for many days. എന്നിട്ട് ഒരു 100 മൈൽ സ്പീഡിൽ ഒരു പാട്ട് പാടും, ഇന്നു പകൽ മുഴുവൻ കരുണയോട്, അതങ്ങ് ഭയങ്കര സ്പീഡിലാണ് പാടും. And this will sing that song very quickly. പാടി കഴിഞ്ഞേച്ച് and after that അദ്ദേഹം നമ്മളോട് പറയും, ബ്രദർ ഒരു വേദഭാഗം പറ, നമുക്കത് വായിക്കാം. And he will say, brother, can you read out a portion? We will read that. നമ്മൾ വിടുവോ? Shall I leave? വേണ്ട, ഇവിടെ പതിവായി വായിക്കുന്ന വേദഭാഗം ഉണ്ടല്ലോ, അതങ്ങോട്ട് വായിക്കാൻ പറയും. And then I will say, whatever that you read regularly, read of that portion. അപ്പം വലിയ തിരിച്ചറിവില്ലാത്ത ചെറുക്കനായിരിക്കും, അവനോട് പറയും, എടാ നമ്മൾ പതിവായിട്ട് വായിക്കുന്ന വേദഭാഗം വായിക്കാൻ പറയും. And that the head of the family says to the brother, what were we reading regularly? Let's read of that. അപ്പോൾ അവൻ പറയും, അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ലല്ലോ. And then he will say, we don't have that kind of a practice. ഉണ്ടോ? Do we? ഹല്ലേലൂയ. Praise God. കുഞ്ഞുങ്ങളെ ഇരുത്തി ഒരു യോഗം പോലെ കുടുംബയോഗം നടത്തണം. Oh, when keeping the children beside you, you should have that family time and family prayer time in that manner. അതെങ്ങനെയാ? അപ്പൻ ഒരിടത്തിരുന്നോണ്ട് ചേരണ്ടും. How will it be? The father is sitting at one point and he's just scrolling. മോൾ അടുത്ത മുറിയില്, and the daughter is another room, മോൻ അടുത്ത മുറിയില്, and the son is another room. ചേരണ്ടാ നേരം കിട്ടാത്തത് അടുക്കളയിൽ ഒരുത്തിയുണ്ട്, അവക്ക് മാത്രമേ ഉള്ളൂ കിട്ടാത്തത്. The one who does not have the time to scroll. എവിടെ നേരം?
No time. എവിടെ നേരം? Where is the time? എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ കോൺഫറൻസ് കൊണ്ട് നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് തന്നെ രൂപാന്തരം ഉണ്ടാകണം. My dear brethren, it should not be that our only life transform, but our family life also had to transform. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുടുംബാരാധന എന്ന സുഗന്ധം ദൈവസന്നിധിയിലേക്ക് ഉയരണം. And through our family life, that there should be an aroma of our worship going unto heaven. അങ്ങനെ മാതാപിതാക്കൾ, മക്കൾ അങ്ങനെയുള്ള ബന്ധം സുദൃഢമാക്കി കൊണ്ടുപോകണം പ്രിയപ്പെട്ടവരെ. Oh my dear ones, the family as husbands and wives, as children, you should be able to have that time, and it should be an aroma unto Lord. കർത്താവ് നമ്മെ May the good Lord help us. ഇന്ന് കേട്ട വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let's praise God to the verse that we heard today. പ്രായോഗിക ജീവിതത്തിലെ, വ്യക്തിപരമായ ജീവിതത്തിലെ വിശ്വസ്തത, And the faithfulness in our practical life and our personal life. ഭക്തി ഉണ്ടെങ്കിൽ അവിടെ വിശ്വസ്തതയുണ്ട്. If you have godliness, you will have faithfulness. വചനം നമ്മെ ഭക്തിയിലേക്ക് കൊണ്ടുപോകുക. And the word will lead to you faithfulness. ആ വിശ്വസ്തത വെളിപ്പെടുത്തേണ്ടത് ഒന്ന് കാര്യവിചാരകത്വം. And that the way that it should reflect is through the stewardship. ദൈവവചനത്തോടുള്ള ബന്ധത്തിലും കൃപാവരങ്ങളോടുള്ള ബന്ധത്തിലും സമ്പത്തിനോടുള്ള ബന്ധത്തിലും നാം വിശ്വസ്തത പുലർത്തണം. And we should be able to have that stewardship both in regards to the all three spheres. നമ്മുടെ കുടുംബത്തിൽ വിശ്വസ്തത പുലർത്തണം. We should have faithfulness in our family life. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. And I will deal in my home with an upright heart. ഇന്ന് രാത്രി നമ്മൾ കിടക്കയിലേക്ക് പോകുമ്പോൾ When we go to bed tonight, ഈ കേട്ട വചനങ്ങളെല്ലാം നമ്മുടെ ഒരു ധ്യാന വിഷയമാകട്ടെ. let this all be the time of meditation in our minds. നിങ്ങളുടെ കിടക്കയിൽ ധ്യാനിച്ചു മൗനമായിരിപ്പീൻ എന്ന് വായിക്കുന്നത്. We read that you should meditate on your bed and you should be silent. കർത്താവ് സഹായിക്കട്ടെ. May the good Lord help us. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടും. May the name of the Lord be glorified.